ഇതിനകത്ത് ചെറിയൊരു പരിപ്പ് പോലെ സാധനമുണ്ട്. ഹലോ ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് മാമ്പഴത്തുറയാർ റിസർവോയറിലാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നാറൂരിലോട്ട് പോകുമ്പോൾ വില്ലിക്കുറി എന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ദേശീയപാതയിൽ നേരെ കുറുകയായിട്ട് ഒരു അക്വഡക്റ്റ് ഉണ്ട്. ആ അക്വഡക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ചെറിയ റോഡുണ്ട്. ആ റോഡ് നേരെ പോയാൽ മതി. ഇങ്ങനെ കുറേ സുന്ദരമായ സ്ഥലങ്ങൾ കാണാം. മേഘങ്ങൾ ഇറങ്ങി നിൽക്കുന്ന ഉയരം കുറഞ്ഞ മലകൾ, സൗന്ദര്യം തുളുമ്പുന്ന നെൽപ്പാടങ്ങൾ, അതുപോലെ വാഴത്തോട്ടങ്ങൾ, ഇങ്ങനെ കുറേ നല്ല അധികം കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മൾ ആ വഴി അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഡാമിലെത്തും. ചെറിയൊരു ഡാമാണ്. ആ ഡാമിൻ്റെ പേരാണ് മാമ്പഴത്തുറയാർ റിസർവോയർ. എർത്ത് ഡാം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതൊരു എർത്ത് ഡാമാണ്. എർത്ത് ഡാം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഈ സിമെൻറ്റ് ആ വക കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ആ പരിസരത്ത് തന്നെ കിട്ടുന്ന ചെളി, മണ്ണ്, കല്ല്, ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ച് നിർമ്മിക്കുന്ന ഡാമിനെയാണ് എർത്ത് ഡാം എന്ന് വിളിക്കുന്നത്. വലിയ വലിപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന ഒരു കുളത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ. അത് ബട്ടർ സ്ലോയിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഒരു സംവിധാനം. ചെറിയൊരു ഗ്രില്ല്, ചെറിയൊരു ഷട്ടർ പോലത്തെ സംഭവം. അപ്പം ആ വഴിയാണ് ഈ വെള്ളമൊക്കെ കൃഷികൾക്കൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് പ്രധാനമായിട്ട് കൃഷിക്ക് വേണ്ടിയുള്ള ഒരു ഡാമാണ്. മുൻപ് ഈ റിസർവോയറിന് ചുറ്റുമുള്ള വനത്തിൽ ഒരുപാട് വൈൽഡ് അനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ ഈ കുരങ്ങന്മാർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു വൈൽഡ് അനിമൽസ് ഇവിടെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഡാമിനെ ചുറ്റി കുറേ കരിങ്കൽ കോറികളുണ്ട്. അപ്പോൾ അവിടെ പാറ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ട് ഒരു വൈൽഡ് അനിമൽസ് നിൽക്കാറില്ല. ഇവിടെ മുഴുവനും നല്ല സുന്ദരമായ കാഴ്ചകളാണ്. ഈ ഡാമിൻ്റെ തന്നെ പോലെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റാണ്. ഈ ബദാമിനെ പോലെ ടേസ്റ്റാണ്. പാവം കൂടെ ബദാം എന്ന് പറയുന്നത് ഈ കല്ലിക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അറിവ്. പിന്നെ ഇതെന്തോ മെഡിസിൻ പരമായിട്ട് എന്തോ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച്